السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وبارك وسلم عليه. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ഏറ്റവും സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മതസ്ഥരിലുമുള്ള കൂട്ടുകാരെ, അള്ളാഹുവെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. അർഹമുർ-റാഹിമേ, ഞങ്ങൾ എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇന്ന് നാം പറയുന്നത് സൗന്ദര്യ നിറകുടം, സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവം സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. യൂസുഫ് നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് മുഴുവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സൂറത്ത് യൂസുഫ് ഏകദേശം 4-ാമത്തെ ആയത്ത് മുതൽ 101, 102-ാമത്തെ ആയത്ത് വരെ, അതിലുപരി 100ഓളം ആയത്തുകളിൽ വളരെ സുന്ദരമായി അതിമനോഹരമായി ശുദ്ധ ഖുർആനിൽ ഒരു കഥ പറഞ്ഞത് വളരെ രസകരമാണ്, വളരെ ഭംഗിയുള്ളതാണ്. ഇത് ഖാല യൂസുഫ് ലി അബീഹി എന്ന് പറഞ്ഞ ഇങ്ങനെ തുടങ്ങുന്ന ചരിത്രം. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ചരിത്ര രൂപത്തിൽ പറയാം. ആയത്തുകൾ മുഴുവൻ ഓതാൻ നിന്നാൽ സൂറത്ത് യൂസുഫ് മുഴുവനും ഓതേണ്ടി വരും. ചിലതൊക്കെ നമുക്ക് ഓതാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കറിയാം, നേരത്തെ തന്നെ അറിയാം, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണിത്. മാന്യനായ മകൻ, പിതാവ് മാന്യൻ, പിതാവിന്റെ പിതാവ് മാന്യൻ, പിതാവിന്റെ പിതാവിന്റെ പിതാവ് മാന്യൻ, 4 തലമുറകൾ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഇനി പരമ്പരയൊന്നും നമുക്ക് പറയണ്ട. കാന അഹ്സനുഹും ഖൽഖൻ വഖുലുഖൻ, ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത് ഭംഗി രൂപത്തിൽ മാത്രമല്ല, സ്വഭാവത്തിൽ കൂടി ഉണ്ടായിരുന്നു. നല്ല സൽ സ്വഭാവം, സുഗന്ധപൂരിതമായ സ്വഭാവം, അതുപോലെ സൗന്ദര്യം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് യഥാർത്ഥ സൗന്ദര്യം ഉണ്ടാവുക. അതിൽ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിക്ക് കൊടുത്തതാ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തന്റെ പ്രിയ പത്നി റാഹീൽ എന്നവരിൽ 2 മക്കളാണ് യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. അതിൽ യൂസുഫ് നബിയെ യാക്കൂബ് നബിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായിരുന്നു, കൂടുതൽ താല്പര്യം യൂസുഫ് നബിയോടായിരുന്നു. ചെറിയ കുഞ്ഞുമാണ്, ചെറിയ കുട്ടിയുമാണ്, മാത്രമല്ല എല്ലാ നിലക്കും, സ്വഭാവത്തിലും ആകാര വടിവിലും എല്ലാത്തിലും സൗന്ദര്യം നിറഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ സ്വാഭാവികമായും ഒരാളോട് സ്നേഹം കൂടുതലുള്ളതായി തോന്നുമ്പോ സഹോദരന്മാർക്ക് അസൂയ ഉണ്ടാവും, അവർക്ക് വെറുപ്പുണ്ടാവും. ആ അസൂയ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാർക്കും ഉണ്ടായി. സർവ്വസാധാരണയായി ഉണ്ടാവുന്നതാണ്. പക്ഷെ ആ അസൂയയുടെ പരിണിത ഫലം കുറച്ച് കൂടിപ്പോയി. അത് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്, വളരെ രസകരമായി. ഒരിക്കൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ എന്താ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട്, സാഷ്ടാംഗം നമിക്കുന്നതായിട്ട്, പ്രത്യേകമായി വണങ്ങുന്നതായിട്ട്, അതങ്ങനെ പറയാം, വണങ്ങുന്നതായിട്ട് കാണുകയാണ്. കണ്ട വിവരം ബഹുമാന്യരായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവായ യാക്കൂബ് നബിയോട് പറഞ്ഞു കൊടുത്തു. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. അതാണ് ആയത്ത്, 4-ാമത്തെ ആയത്താണ് സൂറത്ത് യൂസുഫിലെ. നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുള്ളത്, സൂറത്ത് യൂസുഫ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ചരിത്രം പറഞ്ഞു കഴിഞ്ഞ് സൂറത്ത് യൂസുഫ് പൂർണ്ണമായി പാരായണം ചെയ്യണം. എന്ത് രസാണെന്ന് അറിയോ അള്ളാഹു കഥ പറയുന്നത് കേൾക്കാൻ, അള്ളാഹു കഥ പറയുന്നത് ഓതാൻ. അതിന്റെ പരിഭാഷ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. നമ്മുടെ അഭിനന്ദനായ ബഹാവുദ്ദീൻ ഉസ്താദിന്റെ പരിഭാഷ ഉണ്ട്, വിശുദ്ധ ഖുർആൻ പരിഭാഷ. വേണമെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താം.
ഇതല്ലെങ്കിൽ KB ഉസ്താദിന്റെ പരിഭാഷ ഉണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും പരിഭാഷയിൽ സൂറത്ത് യൂസുഫ് മുഴുവൻ നിങ്ങൾ പാരായണം ചെയ്യണം. അള്ളാഹുവേ, നീ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതിന് നീ തൗഫീഖ് ചെയ്യണമേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ യൂസുഫ് നബി, അനിയൻ ബിന്യാമീൻ, മുകളിൽ 10 മക്കളാണ്. യാക്കൂബ് നബിയുടെ ഭാര്യ ലയ്യ എന്നവർക്ക് 6 മക്കൾ. ലയ്യയുടെ ജാരിയത്ത് ഉണ്ടായിരുന്നു, യാക്കൂബ് നബിയുടെ ഭാര്യയായി മാറിയിട്ടുണ്ട്. അവർക്ക് 2 മക്കൾ. റാഹീൽ എന്നവരുടെ ജാരിയത്തിന് 2 മക്കൾ, റാഹീലിന് 2 മക്കൾ. 6 + 6 12 മക്കൾ. അങ്ങനെ സ്വപ്നം പറഞ്ഞു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു പിതാവേ എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ബാപ്പ അവിടെ നന്നായി ശ്രദ്ധിക്കണം. ഇങ്ങനെ വല്ലതും വന്നാൽ അത് ഇനി മറ്റുള്ളവരോട് പറയരുത്, അത് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കും എന്ന ഒരു പ്രത്യേക ധ്വനി മുഴക്കിക്കൊണ്ട് പിതാവ് പ്രിയപ്പെട്ട പുത്രനോട് പറയാണ്, ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുയാക് ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്നശ് ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. നിശ്ചയമായും പിശാച് വ്യക്തമായ ശത്രുവാണ് കേട്ടോ. അതുകൊണ്ട് നിന്റെ സഹോദരങ്ങളോട് നീ കഥ പറയരുത്, ഈ സ്വപ്നം പറയരുത്, അവന് നിന്നെ വഞ്ചിക്കും എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിയോട് പറയുകയാണ്. അങ്ങനെ പിന്നെ ഇത് പറഞ്ഞിട്ടൊന്നുമില്ല, ഇത് അവിടെ വെച്ചിരുന്നു. പക്ഷേ യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയോടുള്ള സ്നേഹവും താല്പര്യവും ഇഷ്ടവും കാരണം ഒരിക്കലും സഹോദരങ്ങളുടെ കൂടെ എവിടേക്കും വിട്ടിരുന്നില്ല യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട പുത്രനെ യൂസുഫ് നബിയെയും ബിന്യാമീനെയും. ഒരിക്കൽ സഹോദരങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു തീരുമാനം, എന്തായാലും യൂസുഫിനെ പിതാവിന്റെ അടുക്കൽ നിന്ന് ഒഴിവാക്കണം, യൂസുഫിനെ വിദൂരത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിടണം, എന്നാലേ നമ്മളോട് പിതാവിന് ഇഷ്ടം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ നല്ല ശക്തിയുള്ളവരല്ലേ, നമ്മൾ നല്ല ഉസ്ബത്താണല്ലോ, നമ്മുടെ പിതാവ് ഇപ്പോൾ പിഴച്ചു പോയിരിക്കുകയാണ്. വളരെ ഗൗരവപരമായ സംസാരമാണ് സഹോദരങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് ഒന്നുകിൽ യൂസുഫിനെ കൊല്ലുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക, എന്നാൽ പിതാവ് അവനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മാറി നമ്മളോട് സ്നേഹം ഉണ്ടാകും, നമുക്ക് എന്ത് ചെയ്യാം, തൗബ ചെയ്തിട്ട് സ്വാലിഹ്യങ്ങളിൽ പെടുകയും ചെയ്യാം എന്നവർ പറഞ്ഞു. അതൊക്കെ ആയത്തുണ്ട്, എല്ലാം സുന്ദരമായി ആയത്തുകളിൽ പറയുന്നുണ്ട്. إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين. അപ്പോ റൂബീൽ എന്ന് പറയുന്ന അവരുടെ മൂത്ത പുത്രന് എന്തായാലും പിതാവത്തെ സഹോദരന്മാരാണല്ലോ, മൂത്ത പുത്രൻ അവരോട് പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട, യൂസുഫിനെ കൊല്ലരുത്, എവിടെയും കൊണ്ടുപോയിടുകയും ചെയ്യരുത്, എന്തെങ്കിലും ഒരു പ്രതീക്ഷക്ക് വകവെക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ഖാലഖായിലും മിൻഹും ലാ തഖ്തുലൂ യൂസുഫ് വഅൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബി, ഏതെങ്കിലും ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ അവനെ ഇടണം, അല്ലെങ്കിൽ ഒരു കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി. അവനെ ഏതെങ്കിലും സയ്യാറത്ത്, ഏതെങ്കിലും കാഫില, യാത്രാ സംഘം അവനെ എടുത്തു കൊണ്ടുപോയി പിന്നെന്തെങ്കിലുമൊക്കെ നന്മ സംഭവിച്ചാലോ എന്നൊരു ചിന്തയിൽ അവൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ജ്യേഷ്ഠന്റെ തീരുമാനം എല്ലാവരും സ്വീകരിച്ചു. അങ്ങനെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് സഹോദരങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം പോവാണ്. ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം പോവാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടെ പിതാവിനോട്, ഞങ്ങളെ കൂടെ എന്താണ് ബാപ്പ, ഞങ്ങളെ കൂടെ നിങ്ങൾ യൂസുഫിനെ അയക്കാത്തത്? യൂസുഫിന്റെ കാര്യത്തിൽ ഞങ്ങളെ പേടിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ എന്തായാലും യൂസുഫിന് ഒരുപാട് കാര്യങ്ങൾ, ജീവിക്കേണ്ട ചുറ്റുപാടും മറ്റു കാര്യങ്ങളും കളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യൂസുഫിനെ കൂടെ കിട്ടാൻ വേണ്ടി യൂസുഫ് കേൾക്കെ തന്നെ അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ഒരുപാട് ഉണ്ടാക്കി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മഹാനായ യൂസുഫ് നബി ഇതെല്ലാം കേട്ടു. അങ്ങനെ അവര് യൂസുഫ് നബിയോടും പറഞ്ഞു, എടാ നീ അങ്ങനെ വന്നാൽ ഇങ്ങനെ ഉണ്ടാവും, അത് കാണാൻ പറ്റും, കാട് കാണാൻ പറ്റും, കാടിനുള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. യൂസുഫ് നബി അതിയായ സന്തോഷത്തോടെ അന്ന് രാത്രി ഉറങ്ങാണ്. പിറ്റേന്ന് രാവിലെ പോകാനുണ്ട്. വളരെ ഏറ്റവും സന്തോഷവാനായി അന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അങ്ങനെ ഞങ്ങള് പൂർണ്ണമായി സംരക്ഷിക്കാം, ഞങ്ങളെ കൂടെ ആടിനെ മേക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൂടെ കളിക്കാൻ യൂസുഫ് നബിയെ വിടണമെന്നവർ പറഞ്ഞു. അങ്ങനെ
അപ്പോഴൊക്കെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുഃഖമുണ്ട്. കാരണം ഒരു നിമിഷം പോലും യൂസുഫിനെ വിട്ടു നിൽക്കാൻ യാക്കൂബ് നബിക്ക് കഴിയില്ലായിരുന്നു. അപ്പോ കുറഞ്ഞ സമയത്തേക്ക് കളിക്കാൻ കൊണ്ടുപോകാനാണ് ചോദിച്ചത്. പക്ഷെ യാക്കൂബ് നബിക്ക് കഴിയുന്നില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളെ കൂടെ വരുന്നതിന് ഞാൻ പേടിക്കണം, എനിക്ക് ദുഃഖമുണ്ട്. അവനെ ഏതെങ്കിലും ചെന്നായോ മറ്റോ കൊണ്ടുപോകുമോ, കടിച്ചു കൊണ്ടുപോകുമോ, നിങ്ങൾ അശ്രദ്ധരായിരിക്കെ അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, എന്താണ് പാപ്പ, ഞങ്ങള് ഇത്ര ശക്തരായ നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ഞങ്ങളെപ്പോലുള്ള യുവാക്കളായ മക്കൾ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോ നിങ്ങൾ എന്താണ് വാപ്പ പേടിക്കുന്നത്? ഞങ്ങളെ യൂസുഫിനെ ഞങ്ങളെ കൂടെ വിട്ടോളൂ, ഞങ്ങൾ പരാജിതരൊന്നല്ല, ഞങ്ങളത് ശ്രദ്ധിച്ചോളാം എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രന്മാർ, മറ്റുള്ള 10 സഹോദരങ്ങൾ യാക്കൂബ് നബി പറഞ്ഞ് 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 നിർബന്ധിപ്പിച്ച് കൂടെ പറഞ്ഞയക്കാനുള്ള തീരുമാനമായി. അങ്ങനെ അവരെല്ലാവരും കൂടെ പോവാണ്. സഹോദരങ്ങൾ എല്ലാവരും കൂടെ യൂസുഫ് നബിയെയും കൊണ്ട് ആടിനെ മേക്കാൻ പോവാണ്. അങ്ങനെ കാട്ടിനുള്ളിലേക്ക് പോയി അവർ കളിയും മറ്റു കാര്യങ്ങളൊക്കെ ആദ്യം നടത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ മാത്രം മാറി നിന്ന് അവർ തീരുമാനിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണം. യൂസുഫിന് എന്തായാലും ഇവിടെ നമ്മൾ ഒന്നുകിൽ എവിടെങ്കിലും കൊണ്ടുപോയി ഇടണം, ഒരിക്കലും ബാപ്പയുടെ അടുത്തേക്ക് യൂസുഫ് വരാൻ പാടില്ല അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചു, നമുക്ക് തൊട്ടടുത്തുള്ള ഒരു കിണറ്റിൽ, അധികം വെള്ളം കുറവായ ഒരു കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിടാം. എന്നിട്ട് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ബാപ്പാക്ക് പിന്നെ നമ്മളോട് സ്നേഹം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടെ അങ്ങനെ ഏറ്റവും ഇരുട്ടുള്ള ഒരു കിണറ്റിൽ കൊണ്ടുപോയി തള്ളി. പറയപ്പെടുന്നുണ്ട്, മഹാനായ പിതാവ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തോ ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു ചൊല്ലാൻ വേണ്ടി, എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്ന സമയത്ത്. അങ്ങനെ അത് ചൊല്ലിയെന്നും, അങ്ങനെ അത് ഒരു അഭിപ്രായമാണ്, ചൊല്ലിയെന്നും അങ്ങനെ കിണറ്റിലേക്ക് തള്ളിയിട്ട സമയത്ത് കിണറിന്റെ താഴെ വെച്ച് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ച് അവിടെ ഇരുത്തി, ഒരു കല്ലിൽ ഇരുത്തി. തള്ളിയിട്ട സമയത്ത് ഒരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിൽ അവിടെ ചെന്നിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ കാണാം. അങ്ങനെ യൂസുഫ് നബി കൂരിട്ടില്ല. ഇന്നലെ രാത്രി കാട്ടിലേക്ക് വരുന്നതും കാട്ടിൽ കളിക്കുന്നതും കാട്ടിലുള്ള കാഴ്ചകൾ കാണുന്നതിനെ കുറിച്ച് സന്തോഷവാനായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോ വളരെ ടെൻഷനില്ല, ദുഃഖത്തില്ല, പ്രയാസത്തില്ല. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ട്. ഇവരെന്ത് ചെയ്തു? വൈകുന്നേരമായപ്പം ഇവര് നല്ല തട്ടിപ്പാണ് എടുത്തത്. ഇവര് ഒരു ആടിനെ അറുത്ത് യൂസുഫ് നബിയുടെ വസ്ത്രം ആദ്യമേ അഴിച്ചു വെച്ചിരുന്നു, കമീസ്. അങ്ങനെ ഈ കമീസിൽ ആടിനെ അറുത്ത് ആടിന്റെ രക്തം പുരട്ടിയിട്ട് നേരെ ബാപ്പയുടെ അടുത്ത് ചെന്നിട്ട് ബാപ്പാനോട്, നിങ്ങൾ പേടിച്ചത് സംഭവിച്ചു ബാപ്പ, ഞങ്ങൾ കളിക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഇങ്ങനെ മത്സരം നടത്തുമായിരുന്നു, യൂസുഫിനെ ഞങ്ങളെ ചരക്കിന്റെ അടുത്ത് ഞങ്ങൾ ഉപേക്ഷിച്ചു, അപ്പോ ഒരു ചെന്നായി വന്ന് പിടിച്ചു കൊണ്ടുപോയി, രക്തം പുരട്ട ഡ്രസ്സ് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾ സത്യവാന്മാരാണെന്ന് പറഞ്ഞു യൂസുഫ് നബിയുടെ സഹോദരന്മാരെ. അങ്ങനെ തമീസ് ദമിൻ കദിബ്, വളരെ കളവായ തട്ടിപ്പ് നടത്തിയ രക്തവുമായുള്ള കമീസുമായി നേരെ വാപ്പയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ തന്നെ വാപ്പാക്ക് സംശയം വന്നു, ഇത് എന്തോ ഒരു കളവ്, എന്തോ ഒരു കുഴപ്പം വരിലുണ്ട്, ക്ഷമിക്കാം, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാം എന്ന് പറഞ്ഞു. അള്ളാഹുവാണ് സഹായിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നീട് അന്ന് മുതൽ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ കരീം, ഏറ്റവും മാന്യനായ വ്യക്തി എന്നൊക്കെ വിശേഷിപ്പിച്ച യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സകം നീറാൻ തുടങ്ങി, പ്രയാസപ്പെടാൻ തുടങ്ങി. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുന്നാര മോനെയാണ് കാണാതെയാവുന്നത്. എന്തോ ഒന്നിവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണ് ചെയ്തത് എന്ന് മഹാനായ യാക്കൂബ് നബിക്ക് അറിയില്ല. ഇവർ പറയുന്നു ചെന്നായ പിടിച്ചു എന്ന്, പക്ഷെ ചെന്നായ പിടിച്ചിട്ടില്ലായിരിക്കാം, ചിലപ്പോ ഉണ്ടായിരിക്കാം, ഒന്നും അറിയില്ല. യാക്കൂബ് നബി സ്വലാത്തു വസ്സലാം വിഷമത്തിലായി. ഇപ്പുറത്തോ അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു പരീക്ഷണത്തിൽ, ചെറിയ പ്രായത്തിലെ വലിയ പരീക്ഷണത്തിൽ അകപ്പെടുകയാണ്. ഗുലാമായിരുന്നു. ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടി, 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടി. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിണറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കൂരിട്ട് ചുറ്റുഭാഗത്തൊന്നും കാണാത്തൊരവസ്ഥ. വളരെ പ്രയാസത്തോടു കൂടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് എന്തെങ്കിലും ശബ്ദം കേൾക്കുമോ എന്ന പ്രതീക്ഷയിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ രക്ഷ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു
കാഫില, ഒരു യാത്രാ സംഘം അതുവഴി ഇങ്ങനെ വരുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവര് കാഫില എത്തി. അവരിൽ ആരോ പറഞ്ഞു അവിടെ എവിടെയെങ്കിലും കിണറ്റിൽ വെള്ളമുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി 2-3 പേര് തൊട്ടപ്പുറത്തുള്ള കിണറുകളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കിണറ്റിന്റെ അടിയിലും എത്തി. ഈ കിണറ്റിലേക്ക് അവരുടെ ദൽവ്, അവരുടെ ബക്കറ്റ് ഇങ്ങനെ കയറുകൊണ്ട് താഴ്ത്തിയപ്പോൾ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയാൽ രക്ഷപ്പെടാമായിരുന്നു എന്ന് കരുതിയിരുന്ന കുഞ്ഞായ പാവം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ബക്കറ്റിൽ പിടിച്ചു. ഭാരം തോന്നിയപ്പോ അവരിങ്ങനെ മെല്ലെ വലിച്ചു നോക്കി. പൊതിച്ചപ്പോ വളരെ സുമുഖനും സുന്ദരനുമായ വളരെ നല്ല ചുറുചുറുക്കുള്ള ചെറിയ ചെറുപ്പക്കാരൻ. വളരെ ഇഷ്ടപ്പെട്ടു. വലിച്ചാക്ക അദ്ദേഹം അത് ഒരു ചരക്കായി സ്വീകരിച്ച് അടിമയായി വിൽക്കാമല്ലോ എന്ന് കരുതി അവരുടെ കൂടെ കൂട്ടി. അങ്ങനെ ആ കാഫില നേരെ മിസ്രിലേക്കാണ് പോകുന്നത്. നേരത്തെ ശ്രദ്ധിക്കണം, ഇവര് താമസിച്ചിരുന്ന കൻആൻ എന്ന പ്രദേശത്തായിരുന്നു. മിസ്രിൽ നിന്ന് ജോർദാനിലേക്ക്, ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ കൻആൻ. അപ്പൊ അവര് പിന്നെ ഈജിപ്തിലെ ചന്തയിൽ പോയി ഈ കാഫില മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെറിയ വിലക്ക് വിൽക്കുകയാണ്. കാരണം അവർക്ക് വെറുതെ കിട്ടിയതാണല്ലോ. യൂസുഫ് നബി അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എന്ത് നടക്കായി സുന്ദരനായി, ഒരു പ്രയാസവും മുഖത്ത് വലിയ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരക്കുകൾ നോക്കണേ. ഏറ്റവും മാന്യനെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോ നമുക്കൊരിക്കലും നിന്ദനെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നടപ്പിലാകാൻ വേണ്ടി ഒരു നിന്ദതയുടെ അല്ലെങ്കിൽ നിസ്സാരമായ ഒരു രൂപത്തിൽ ഒരു അടിമയായി വിൽക്കപ്പെടാൻ പോവുകയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിൽക്കപ്പെട്ടു. അവിടേക്ക് അസീസ്, നന്നായി ശ്രദ്ധിക്കണം, അസീസ് മലിക്, ഈജിപ്തിലെ രാജാവുണ്ട്. രാജാവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾക്കായിരുന്നു അസീസ് എന്ന് പറയുക. പ്രഭു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അസീസ് അതായത് രാജാവ് ഭരണകാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ മന്ത്രിമാരുണ്ടാവും. മന്ത്രിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയുടെ ഒരു സ്ഥാനമായിരുന്നു അസീസിന് അന്നുണ്ടായിരുന്നത്. അപ്പൊ അന്നത്തെ അസീസ് ചന്തയിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് യൂസുഫ് നബിയെ വിൽക്കുന്നത് കാണുന്നത്. സുന്ദരനായ ചെറിയ കുഞ്ഞ്, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളിലായിരുന്നു. അപ്പൊ അദ്ദേഹം അവരെ കണ്ടപ്പോ, അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു, അവരെ കണ്ടപ്പോ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഉടനെ തന്നെ യൂസുഫ് നബിയെ അവർ പണം കൊടുത്തു വാങ്ങി നേരെ അവരുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ചെറിയ വിലയിൽ, തുച്ഛമായ വിലയിൽ വാങ്ങി. അങ്ങനെ വാങ്ങിയ അസീസ്, അവിടുത്തെ പ്രഭു, രാജ്യകാര്യങ്ങളും ഭരണകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നയാൾ, രാജാവിന്റെ കീഴിലുള്ള അസീസ്, അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, യൂസുഫിനെ നന്നായി നോക്കണം. നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ പോലെ, നമ്മുടെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അവരെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, നമ്മൾ പറയണം, അവർ യൂസുഫിനെ വളർത്തണം, അവരെ വളർത്തിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബിക്ക് നോക്കണേ, പിതാവിന്റെ അരികിൽ നിന്ന്, 12 മക്കളുള്ള പിതാവിന്റെ അരികിൽ നിന്ന് സ്വല്പം പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ജീവിതത്തിന്റെ ഘട്ടത്തിൽ നിന്ന് വളരെ അധികം പ്രയാസത്തിലൂടെ തന്റെ സഹോദരന്മാരാൽ വഞ്ചിക്കപ്പെട്ട് കിണറ്റിനുള്ളിലേക്ക് തള്ളിയിടപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അടിമയായി വിൽക്കപ്പെട്ട് പിന്നെ കുഞ്ഞായി ജീവിക്കുകയാണ്. രാജകൊട്ടാരത്തിലെ കുഞ്ഞായി ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ ഓരോ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ ഓരോ നിയന്ത്രണങ്ങൾ. അള്ളാഹുവേ, നിന്റെ തീരുമാനങ്ങളിലാണ് റബ്ബേ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. റഹ്മാനെ, നീ ഞങ്ങൾക്കെല്ലാം ഖൈറ് തീരുമാനിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഖൈറിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണേ റഹ്മാനെ. നിന്റെ പ്രവാചകന്മാരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ, സ്വഭാവത്തിന്റെയും ചരിത്രശുദ്ധിയുടെയും മറ്റു പലതിന്റെയും പാഠങ്ങൾ നമുക്കതിൽ നിന്ന് ലഭിക്കാനുണ്ട്. റബ്ബേ, ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെ നല്ല രീതിയിൽ അസീസിന്റെ ഭാര്യ നോക്കുകയാണ്.
അവരെ പരിപാലിക്കുകയാണ്, വളർത്തുകയാണ്. യൂസുഫ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. എല്ലാ നിലക്കുമുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം നൽകുകയാണ്. അങ്ങനെ സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു പലതും പല രീതിയിലൂടെയും പഠിപ്പിക്കുകയാണ്. അല്ലാഹുവാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ. അങ്ങനെ യൂസുഫ് നബി അവിടെ വളർന്നു. ഒരു 6 വർഷത്തോളം, അപ്പോ ഒരു 10 വയസ്സിനുള്ളിലായിരിക്കും ഉണ്ടായിരിക്കും, 6 വർഷത്തോളം അസീസിന്റെ കൊട്ടാരത്തിൽ അവർക്ക് സേവനം ചെയ്തുകൊണ്ട് അവരുടെ കുഞ്ഞായി വളർന്നു. 15 വയസ്സ് കഴിഞ്ഞപ്പോ പിന്നെ നല്ല യുവാവായി സമയം വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമ. അങ്ങനെ പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഹുക്കുമും ഇൽമും അല്ലാഹു സുബ്ഹാനഹു വ തആല തത്വജ്ഞാനവും സഹനശീലവും മറ്റു പലതും നൽകി. അതായത് നുബുവത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അതൊക്കെ അല്ലാഹു തആല നൽകി. അങ്ങനെയാണ് അല്ലാഹു തആല നന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുക. ആ സമയത്താണ് കുറച്ചുകൂടിയും കഴിഞ്ഞു, കുറച്ചുകൂടിയും പ്രായമായി, നല്ലൊരു യുവാവായി, അതിസുന്ദരനായ, വളരെ സുന്ദരമായ മുഖവും വളരെ നല്ല രൂപലാവണ്യവുമുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ അസീസിന്റെയും അസീസിന്റെ ഭാര്യ സുലൈഖയുടെയും പുത്രനെ പോലെ വളരുകയാണ്. നല്ല യുവാവായി, നല്ല ചോരത്തിളപ്പുള്ള നല്ലൊരു യുവാവ്. സ്വാഭാവികമായും അതിസുന്ദരനായ യുവാവിനെ കാണുമ്പോ സുലൈഖ ബീവിക്ക് അവരിൽ താല്പര്യം ജനിച്ചു, അവരോട് ഇഷ്ടം തോന്നി, ഒരു തരത്തിലുള്ള പ്രേമമുണ്ടായി. ആ കഥയൊക്കെ ശുദ്ധ ഖുർആനിൽ എന്തുമാത്രം സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. വറാവദത്ഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖതിൽ അബ്വാബ് വഖാലത് ഹൈത ലക്. എന്ത് മനോഹരാണ്! മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇഷ്ടം തോന്നി. അസീസിന്റെ ഭാര്യക്ക് പ്രായം കൂടുതലായിരിക്കും, പക്ഷെ ഇഷ്ടം തോന്നി. എന്ത് ചെയ്യും? അങ്ങനെ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ മറ്റു സേവകരോ മറ്റോ ആരും ഇല്ലാത്ത ഒരു സമയത്ത്, അസീസ് പുറത്തുപോയ സമയത്ത്, ഈ ഭാര്യ നല്ലൊരു കെണിയൊരുക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പരീക്ഷണത്തിൽ അകപ്പെടുകയാണ്. എന്താ പരീക്ഷണം? യൂസുഫ് നബിയെ റൂമിലേക്ക് വിളിച്ചു വരുത്തി, എന്തോ കാര്യം പറയാൻ വേണ്ടി വിളിച്ചു വരുത്തി. പക്ഷെ എന്നിട്ട് വാതിലുകളൊക്കെ എല്ലായിടത്തും അടച്ചു പൂട്ടിയിട്ടിട്ട് അവർ പറയാണ്, യൂസുഫ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എന്റെ അരികിലേക്ക് വരണം. ഹൈ തലക്. എന്ത് ഖുർആന്റെ ഭാഷ നോക്കണേ. ഒന്ന് വാ, കം ഹിയർ, ഒന്ന് വാ എന്ന് പറയാണ്. അപ്പോഴാണ് യൂസുഫ് നബിക്ക് ചതി മനസ്സിലാവുന്നത്. ചാരിത്ര ശുദ്ധിയുടെ ഏറ്റവും ഇഫത്ത് എന്നാ പറയാ. ചരിത്രശുദ്ധിക്ക്, ചരിത്രശുദ്ധി എന്ന് പറഞ്ഞാൽ തെറ്റായ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കാൻ നിർത്തും. മോശമായ വിചാരത്തിലേക്ക് ചെന്നെത്തിക്കുന്ന കാര്യങ്ങൾ, ചുംബനം, അങ്ങനത്തെ സ്നേഹപ്രകടനം, മറ്റു സംസാര ശൈലികൾ, ശീലങ്ങൾ, ഇതെല്ലാം മാറ്റി നിർത്തുക. ഇതാണ് ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ യൂസുഫ് നബിക്ക് ഇങ്ങ് ബേജാറായി. മഅദല്ലാഹ്, അല്ലാഹുവേ നീയാണ് കാവൽ. അല്ലാഹുവോട് കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുവോട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാവൽ ചോദിക്കുകയാണ്. അപ്പോ അല്ലാഹുവിൽ ശരണം. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എന്റെ യജമാനനായ അള്ളാഹുവിന്റെ അരികിലാണ് എന്റെ വാസം, എനിക്ക് അഭയം അള്ളാഹുവിലാണെന്ന് പറയാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഒരിക്കലും അക്രമകാരികൾ വിജയിക്കൂലട്ടോ എന്ന് അസീസിന്റെ ഭാര്യയോട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ഏതായിരുന്നാലും ഭാര്യ എന്നിട്ടൊന്നും വിട്ടില്ല. യൂസുഫ് നബിയെ എങ്ങനെങ്കിലും പിടിക്കണം, അവരെ എങ്ങനെങ്കിലും തനിക്ക് സ്വന്തമാക്കണം, തന്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് ശക്തമായ ആഗ്രഹത്തോടെ അസീസിന്റെ ഭാര്യ യൂസുഫ് നബിയെ പിടിക്കാനാഞ്ഞു. മഹാനായ യൂസുഫ് നബി അലൈഹി വസല്ലം ഓടി, ആ റൂമിൽ അങ്ങനെ ഓടി. അങ്ങനെ ഏതോ ഒരു വാതില് എങ്ങനെയോ തുറന്നുകൊണ്ട് പുറത്ത് വാതിൽ തുറന്നപ്പോ അതാ മുമ്പിൽ അസീസ് വന്നിട്ടുണ്ട്. ഈ സ്ത്രീയുടെ ഭർത്താവ്, അതായത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർത്തിയിരുന്ന അസീസ്, അവിടുത്തെ പ്രഭു അവിടെ വന്നു. വലഖദ് ഹമ്മത് ബിഹാ വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ. അല്ലാഹു രക്ഷപ്പെടുത്തിയതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. യൂസുഫ് നബിയുടെ മനസ്സിലെ നിയത്ത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തിയതാണ്. ഒരു സ്ത്രീയാണ്, സ്ത്രീയും സുന്ദരിയാണ്. അവരിങ്ങനെ ചെയ്യുമ്പോ ഇതിന്റെ മനസ്സ് വേണമെങ്കിൽ അത്യാവശ്യം നല്ല അള്ളാഹുവിലുള്ള പേടി വേണം. അതാണ് നല്ല സ്വാലിഹ്യങ്ങളായ അടിമകൾക്ക് അതാണ് ഉണ്ടാവുക. അങ്ങനെ ഓടി യൂസുഫ് നബി ഓടി, വാതിൽ തുറന്നു. അപ്പോഴതാ മുമ്പിൽ അസീസ് ഉണ്ട്. പക്ഷെ പിന്നിൽ നിന്ന് സഹോദരി അസീസിന്റെ ഭാര്യ പിന്നിൽ നിന്ന് വലിച്ചിരുന്നു. അങ്ങനെ കമീസിന്റെ ബാക്ക് ഭാഗം കീറിയിട്ടുണ്ടായിരുന്നു. ഖദ്ദത് ഖമീസുഹു മിൻ ദുബൈർ,
പക്ഷെ സ്ത്രീകളല്ലേ അടവെടുത്തു. അസീസ് കണ്ടപ്പോ അസീസിന്റെ ഭാര്യ അട്ടഹസിക്കാൻ തുടങ്ങി, അവര് കരയാൻ തുടങ്ങി. എന്താണ് യൂസുഫ് നിങ്ങളെ ഭാര്യയെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളെ ഭാര്യയെ ഇങ്ങനെ മോശമായി പെരുമാറുന്ന ആൾക്ക് ശക്തമായ ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ജയിലിൽ അടക്കണം എന്ന് പറയാണ്. ആര്യ? അസീസിന്റെ ഭാര്യ നേരെ തിരിഞ്ഞു, അതിലുള്ള നേരെ തിരിഞ്ഞു. അപ്പൊ യൂസുഫ് നബി സത്യസന്ധമായി ഉത്തരം പറഞ്ഞു. യൂസുഫ് നബിയെ നല്ല വിശ്വാസമാണ് യജമാൻ, അസീസിന് നല്ല യൂസുഫ് നബിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇനി എന്നെ രസം, യൂസുഫ് നബി പറഞ്ഞു അവള് എന്റെ കൂടെ കൂടിയതാണ്, ഞാൻ അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അസീസ് ഒരു സാക്ഷിയെ, ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ നിശ്ചയിച്ചു. ആള് വന്നിട്ട് തെളിവൊക്കെ കണ്ടുപിടിച്ചു. സംഭവം യൂസുഫ് പറഞ്ഞതാണ് ശരി. കാരണം യൂസുഫിന്റെ പിന്നിൽ കമീസിന്റെ പിൻഭാഗമാണ് കീറപ്പെട്ടത്. അപ്പോ നിങ്ങളുടെ ഭാര്യ പിറകിൽ വന്ന് പിടിച്ചതാണ്, അതുകൊണ്ട് പിൻഭാഗമാണ് കീറപ്പെട്ടത്, അതുകൊണ്ട് യൂസുഫ് നബിയാണ് സത്യം പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ വഞ്ചിച്ചത്, നിങ്ങൾ ചതിച്ചത് ശരിയായില്ല, യൂസുഫിനെ നിങ്ങൾ ചതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ യൂസുഫ് അവന് ഇത് ഈ വിഷയമെല്ലാം ഒഴിവാക്കി കളയാണ്. ഫസ്റ്റ് യൂസുഫു യൂസുഫു നിങ്ങൾ ഇത് ഒഴിവാക്കണം, നിങ്ങൾ മനസ്സിന്ന് വിട്ടേച്ച് കളഞ്ഞാണ്. ഭാര്യയോട് നീ പൊറുക്കലിനെ തേടണം, നീ വളരെ വലിയ തെറ്റാണ് ചെയ്തത് എന്ന് അസീസ് പറയാം. അങ്ങനെ ഈ സംഭവമൊക്കെ നാട്ടിൽ പാട്ടായി, നാട്ടിലെങ്ങും പാട്ടായി എന്ന് പറഞ്ഞത്. നാട്ടിലെല്ലാവരും അറിഞ്ഞു യൂസുഫ് നബിയെ യൂസുഫിന്റെ പിന്നിൽ കൂടി അസീസിന്റെ ഭാര്യ കൂടിയിട്ടുണ്ട്, അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്, യൂസുഫിന്റെ അടുത്ത് തെറ്റൊന്നുമില്ല എന്ന വിഷയമൊക്കെ നാട്ടിലിങ്ങനെ അറിഞ്ഞു. സ്ത്രീകളൊക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോ അസീസിന്റെ ഭാര്യയെ കുറിച്ച് മോശമായി പറയാനൊക്കെ തുടങ്ങി. അസീസിന്റെ ഭാര്യക്ക് യൂസുഫിനോട് പ്രേമാണ്, വളരെ മോശമാണ് അവർ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് വിവരം കിട്ടിയപ്പോ അസീസിന്റെ ഭാര്യ എല്ലാ സ്ത്രീകളെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അവരെല്ലാവരും അറിയണമല്ലോ. അങ്ങനെ എല്ലാ സ്ത്രീകളെയും വീട്ടിലേക്ക് ഒരു സദ്യക്ക് വേണ്ടി ക്ഷണിച്ചു, ഭക്ഷണം കൊടുത്തു. അതിനുശേഷം നല്ല ഒരു ആപ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലം, അവർക്കൊരു പഴം കൊടുത്തു. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും കത്തിയും കൊടുത്തു. അങ്ങനെ കത്തി കൊണ്ട് അവരോട് പഴം മുറിക്കാൻ പറയുന്ന സാഹചര്യത്തിൽ തന്നെ യൂസുഫ് നബിയോട് അവരുടെ മുന്നിലൂടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ യജമാനത്തിയാണല്ലോ പറയുന്നത്, കേൾക്കണല്ലോ. അങ്ങനെ അവരുടെ മുമ്പിലൂടെ പോയി. എന്തൊരു അത്ഭുതമാണ്! യൂസുഫ് നബി മുമ്പിലൂടെ ആ മനോഹര രൂപം, ആ സൗന്ദര്യ നിറകുടം, ആ സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിലൂടെ അങ്ങോട്ട് പോയപ്പോ ഇവരിങ്ങനെ അന്തം വിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് കൈ ഇങ്ങോട്ട് മുറിച്ചു പോയി. ഖുർആനിൽ പറയുന്നതാ, അത്ഭുതകരമാണ്. കൈ മുറിച്ചിട്ട് അവര് ഹാസലില്ല, മഹാത്ഭുതം തന്നെ. അവര് പറയണം ഭയങ്കര അത്ഭുതം തന്നെ. ഹാസലില്ല മാഹാദാ ബശറൻ ഇൻഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇത് മനുഷ്യനൊന്നും അല്ലട്ടോ, ഇതേതോ ഒരു മലക്കാണോ, മാന്യനായ ഒരു മലക്ക് നമ്മുടെ മുന്നിലൂടെ പോവുകയാണോ എന്ന് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുപോയി. അവര് കൈ മുറിച്ചു. അപ്പൊ അസീസിന്റെ ഭാര്യ സ്ത്രീകളോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ അവരെല്ലാവരും പിന്നെ ഈ കാര്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷെ യൂസുഫ് നബിക്ക് ഭയങ്കര മനസ്സിൽ വിഷമം. കാരണം ഈ സ്ത്രീകൾ എല്ലാവരും കൂടെ ഇപ്പൊ എന്നെ കണ്ടു, ഇനിയിപ്പോ എന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊരു ബേജാറ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. അപ്പൊ യൂസുഫ് നബി ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോളെ എനിക്ക് പിന്നെ ജയിലാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഇഷ്ടം. ഇവരെന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നതിലേറെ, എന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുന്നതിലേറെ, ഞാൻ മോശമാകുന്നതിലേറെ എനിക്ക് നല്ലത് തടവറയാണ് അള്ളാഹുവേ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നീ ഇവരുടെ ചതിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം, അങ്ങനെ ഞാൻ ശരിയാവണം, എനിക്ക് നന്നാവണം, എനിക്ക് റാഹത്ത് ലഭിക്കണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുക. അങ്ങനെ അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആക്ക് ഉത്തരം നൽകി. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ. സ്ത്രീകളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, സ്ത്രീകളുടെ ശല്യം ഇനിയും
സംഭവിക്കുമോ എന്ന ഭയത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയുടെ ആ ഒരു പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. അങ്ങനെ അള്ളാഹു തആല എന്ത് ചെയ്തു? പിന്നെയും ഈ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി രാജാവ് തീരുമാനിച്ചു യൂസുഫിനെ ജയിലിലിടാം. എന്നാ പിന്നെ എന്റെ ഭാര്യ ഇനി ആരും കുറ്റം പറയില്ലല്ലോ, യൂസുഫിന്റെ അടുത്താണ് പ്രശ്നം എന്ന രീതിയിൽ അങ്ങനെ അങ്ങനെ കുറച്ചു കാലം യൂസുഫിനെ ജയിലിലിടുന്നുണ്ടെന്ന് രാജാവ് പറഞ്ഞു, അസീസ് പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി ജയിലിൽ പ്രവേശിച്ചു. യൂസുഫ് നബിയുടെ കൂടെ വേറെ രണ്ടുപേരും കൂടെ ജയിലിൽ പ്രവേശിച്ചിരുന്നു ഒരേ സമയത്ത്. അങ്ങനെ ഇനി ജയിലിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്താണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം ജയിലിൽ വെച്ച് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുകയാണ്. വളരെ അത്ഭുതകരമായി ജയിലിലുള്ള കുറ്റവാളികളോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. യൂസുഫ് നബിയുടെ സ്വഭാവവും യൂസുഫ് നബിയുടെ സംസാര ശൈലിയും യൂസുഫ് നബിയുടെ പ്രത്യേകമായ ആ ഒരു സൗന്ദര്യവും എല്ലാം ജയിലിലുള്ള തടവറയിലകപ്പെട്ട കുറ്റവാളികൾക്ക് യൂസുഫ് നബിയോട് വല്ലാത്ത സ്നേഹമുണ്ടാക്കി. അവർ പല സംശയങ്ങളും ചോദിക്കാനും പല കാര്യങ്ങൾക്കും യൂസുഫ് നബിയെ സമീപിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് യൂസുഫ് നബിയുടെ കൂടെ പ്രവേശിപ്പിക്കപ്പെട്ട രണ്ട് വ്യക്തികൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വപ്ന വ്യാഖ്യാനവുമായി അന്വേഷിച്ചു വരുന്നത്. ഒരാള് പറഞ്ഞു, ഖാല അഹദുഹുമാ ഇന്നി അറാനി അഅ്സിറു ഖംറാ وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. നീ നല്ലയാളാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലയാളാണ് നീ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിൽ ഒരാള് കള്ള് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് മുന്തിരിയൊക്കെ പിഴിഞ്ഞിട്ട് കള്ളാക്കി കൊടുക്കാനാണല്ലോ. അങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. മറ്റൊരാള് തലയിൽ റൊട്ടിയുടെ കഷ്ണം ചുമക്കുന്നുണ്ട്. അതിൽ നിന്ന് പക്ഷികൾ വന്ന് തിന്നു പോകുന്നുണ്ട്. എന്താ ഇതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് നീ ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെ ഭക്ഷണമൊക്കെ വരട്ടെ. ഭക്ഷണമൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇരുവർക്കുമുള്ള ഭക്ഷണം ഹാജരാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിന്റെ വിവരണം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയല്ല, ഭക്ഷണം വരുന്നതിന് മുമ്പേ ഞാൻ ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. നിങ്ങളിൽ ഒരാൾ, അതിനു മുമ്പ് അവർ അള്ളാഹുവിനെ പ്രത്യേകം ഓർക്കുന്നുണ്ട്. യൂസുഫ് നബി എനിക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നതാണ്. മുഅ്മിനാവാത്ത വിശ്വസിക്കാത്ത ഒരുപാട് സമുദായത്തെ ഞാൻ ശേഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിനെ നിന്ദിക്കരുത്. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിന്റെയും മില്ലത്ത് അത് ഞാൻ പിന്തുടരുന്നുണ്ട്, അതിനെയാണ് നിങ്ങളും പിന്തുടരേണ്ടത് എന്ന് അവരോട് കുറെ സാരോപദേശം നൽകുകയാണ് ഈ സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടി വന്ന ആളുകൾ. ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار. കുറെ ദൈവങ്ങളെ ആരാധിക്കുന്നത് നല്ലതല്ല, അതല്ലല്ലോ നല്ലത്. ഒരൊറ്റ ദൈവത്തെ ആരാധിക്കുന്നതല്ലേ നല്ലത്. അവനെ കൂടാതെ വേറെ കുറെ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് അവരൊന്നും ആരാധിക്കരുത് എന്നൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നത് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഒരാൾ അവന്റെ യജമാനെ കള്ളു കുടിപ്പിക്കുന്ന ഡ്യൂട്ടി അവന് തിരിച്ചു കിട്ടും. മറ്റേ ആള് കൊല്ലപ്പെടും, അവനെ തറക്കപ്പെടും, കുരിശിൽ തറക്കപ്പെടും, തറക്കപ്പെടും. എന്നിട്ട് അവന്റെ തലയിൽ നിന്ന് പക്ഷികൾ കഴിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ സ്വപ്നത്തിന്റെ കാര്യം ഞാൻ അറിയുന്നത്. ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടായിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസ് നീ സ്വീകരിക്കണമേ റഹ്മാനെ. അസറിന്റെ സമയമായി. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا മൗലാന മുഹമ്മദ്. അർഹമുർ റഹീമിനായ രാജ സയ്യിദായ മൈക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ വിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങളാണ്, വിശുദ്ധ ഖുർആനിൽ നീ പറഞ്ഞ സംഭവങ്ങൾ റബ്ബേ ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ. അല്ലാഹ്, ദോഷങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ
മാപ്പ് നൽകണമേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ റഹ്മാനെ. മഗ്ഫിറത്തിന്റെ 10 അവസാനിക്കാൻ പോവുകയാണ്. അള്ളാഹുവെ, പൂർണ്ണമായി ദോഷം പൊറുക്കപ്പെട്ടവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ അള്ളാഹുവെ, സാധുക്കളായ പാപികളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, നിന്റെ കാരുണ്യം എന്നും ഞങ്ങളിൽ ധാരാളമായി വർഷിപ്പിക്കണമേ. പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. പൂർണ്ണമായി നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും ബിർറും നൽകണമേ റഹ്മാനെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം നൽകണമേ റഹ്മാനെ. പഠനവും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കി എളുപ്പമാക്കി തരണമേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇതിന്റെ പാർട്ട് 2 ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡ്, അടുത്ത ഭാഗം നാളെ കേൾക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.